കടലപ്രഥമൻ. അധികമില്ല, കുറച്ച് വയ്ക്കുന്നു. ആദ്യം കുറച്ച് ചവ്വരി ഞാൻ വെള്ളത്തിൽ കുതിരാൻ വെച്ചിരുന്നു. അത് കടലപ്പരിപ്പ് വേവിച്ച് മിക്സിയിലൊന്ന് അടിച്ചതാണ്. അത് ഇച്ചിരി കംപ്ലീറ്റ് ഞാൻ ശരിക്കും അടിച്ചില്ല, കുറച്ച് കഷ്ണങ്ങളൊക്കെ ആയിട്ട് ഒന്ന് കടിക്കാൻ വേണ്ടി. അപ്പോൾ ആ കൂടെ ഇച്ചിരി ചവ്വരി, അതൊരു 25 ഗ്രാമൊക്കെ, 50 ഗ്രാം പോലും ഇല്ല, കുറച്ച് 2 വലിയ സ്പൂണേ ഉള്ളൂ. അത് കുറച്ച് കൊഴുപ്പ് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇത് വേകണമെങ്കിൽ ശർക്കരപ്പാവ് ഒഴിക്കും മുന്നേ ഒന്ന് കുറുക്കിയിട്ട് ശർക്കരപ്പാവ് ഒഴിക്കാമെന്ന് വെച്ചു. അടുത്തായിട്ട് ഇങ്ങനെ ശർക്കര പാവ് നമുക്ക് അരിച്ചൊഴിക്കാം. കുറേ അധികം സമയം എന്തെങ്കിലും കരടൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയാണ് ഉരുക്കി അരിച്ചൊഴിക്കുന്നത്. കുറച്ചധികം നേരം വരാം. ശർക്കര കിടന്ന് പരിപ്പ് നന്നായിട്ട് വരളട്ടെ. ഇനി നമ്മൾ രണ്ടാം പാലും മൂന്നാം പാലും കൂടെ ഒന്നിച്ച് ഇതാക്കുവാണ്, അതൊഴിക്കുവാണ്. ഇനി കുറച്ചധികം നേരം വറ്റണം. ആ സമയം കൊണ്ട് നമ്മൾ ഇടികല്ലിൽ ജീരകം, ചുക്ക്, ഏലക്ക ഇത്ര സാധനം പൊടിക്കാൻ വെച്ചേക്കുവാണ്. അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, എള്ള് ഇതെല്ലാം കൂടെ പൊട്ടിച്ചിട്ട് വയ്ക്കാം. തലപ്പാൽ ഒഴിച്ചു കഴിഞ്ഞു. ഞാൻ ഒഴിച്ചപ്പോൾ എടുക്കാൻ പറ്റിയില്ല. ഇത് തിളയ്ക്കണ്ട, നന്നായിട്ട് ചൂടായാൽ മതി. എള്ളും അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തത് ഇട്ടു. ഇതിൻ്റെ കൂടെ ഒരു പിഞ്ച് ഉപ്പ് കൂടെ ഇട്ട് വേണേ. അതെല്ലാം ടേസ്റ്റെല്ലാം ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ചുക്കും ഏലക്കയും ജീരകവും കൂടെ പൊടിച്ചത് അതിൻ്റെ പുറകെ ഞാൻ ഇട്ടായിരുന്നു, അത് കാണിക്കാൻ വിട്ടുപോയി. ഇപ്പം പായസം റെഡി.